നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്നും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കുന്നു എന്നും വിശ്വസിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് എന്നും പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 1199 മിഥുന മാസത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാനിടയുള്ള താൽക്കാലിക ഫലങ്ങളെ പറ്റിയാണ്. മിഥുനമാസം വരുന്നത് 2024 ജൂൺ 15 മുതൽ ജൂലൈ 15 വരെയുള്ള ഒരു മാസമാണ്. അപ്പോൾ നമ്മൾ ഗ്രഹനിലയെയും ചന്ദ്രചലനങ്ങളെയും നക്ഷത്ര സ്വഭാവത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് മാസഫലം പറയുന്നത്. മാസഫലം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക ഫലമാണ്. ഒരു മാസം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് കടന്നു പോകും എങ്കിൽ പോലും ഈ മാസം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പല നക്ഷത്രക്കാർക്കും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര ഈ 5 നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം മകം, പൂരം നക്ഷത്രങ്ങളൊക്കെ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ഇപ്പോഴത്തെ ഗ്രഹനില എന്ന് പറയുന്നത് ഇന്ന് മുതൽ സൂര്യൻ മിഥുനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. മിഥുനം 1-ാം തീയതി ആയപ്പോഴത്തേക്ക് സൂര്യൻ മിഥുനത്തിലേക്ക് കടന്നിരിക്കുന്നു. ബുധനും ശുക്രനും അവിടെയുണ്ട്. വ്യാഴം ഇടവത്തിലുണ്ട്. ശനി മൂലത്രികോണമായ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നു. രാഹു മീനത്തിലും കേതു കന്നിയിലുമായിട്ട് സഞ്ചരിക്കുന്നു. അപ്പോൾ ഈ താൽക്കാലിക ഗ്രഹാവസ്ഥയോടെ വെച്ച് നോക്കുമ്പോൾ ഈ 5 നക്ഷത്രക്കാർക്കുള്ള ഫലം എന്താണ് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ആദ്യത്തേത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും. വളരെ നല്ല രീതിയിൽ നമ്മുടെ ഡ്യൂട്ടീസ് പൂർത്തിയാക്കാനും സാധിക്കും. നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് അധികാരം പ്രയോഗിക്കാനും അതേ സമയത്ത് തന്നെ ധാരാളം പേരെ സഹായിക്കാനും കഴിയുന്ന കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്കും ഗുണകരമായ സമയമാണ്. പല പാരിതോഷികങ്ങളും ലഭിക്കാൻ ഇടയുള്ള കാലമാണ്. അവർ പഠനത്തിൽ മിടുക്കരാകുന്നതുകൊണ്ട് മാർക്ക് കിട്ടുന്നതാകാം, അല്ലെങ്കിൽ പാഠ്യേതര പ്രവർത്തനങ്ങൾ കലാകായിക രംഗത്തൊക്കെ മിടുക്കരാകുന്നതുകൊണ്ട് അവർക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. സാമ്പത്തിക അച്ചടക്കം പുലർത്താൻ മകൻ നക്ഷത്രക്കാർക്ക് സാധിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഗ്രഹനിലയുടെ പ്രത്യേകത കൊണ്ട് മകൻ നക്ഷത്രക്കാർ ഇപ്പോൾ ഒന്ന് ശ്രമിച്ചാൽ അവരുടെ അമിത ചെലവുകളൊക്കെ ഒഴിവാക്കി ജീവിതത്തിൽ സാമ്പത്തികമായ നല്ല ഒരു അടിത്തറ പാകാൻ കഴിയുന്ന സമയമാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. മകൻ നക്ഷത്രക്കാർ വരവ് ചെലവുകൾക്ക് കണക്ക് വെച്ച് പോവുക. ഒരു ബുക്കിലോ വല്ലോ എഴുതി വെക്കുക. അത്യാവശ്യമില്ലാത്ത ചെലവുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു സാമ്പത്തിക അച്ചടക്കത്തിൽ കൂടെ അവരുടെ കടങ്ങളെല്ലാം വീട്ടാനും അതുപോലെ തന്നെ ഈ മിഥുന മാസത്തിൽ തന്നെ അവർക്കൊരു ആ സാമ്പത്തികമായൊരു അടിത്തറ ഇട്ടു പോകാനും സാധിക്കും. ചെറിയ സേവിങ്സ് ഒക്കെ ഉൾപ്പെടുത്തി പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്കിലോ ഒക്കെ മാസം തോറും അടയ്ക്കുന്ന രീതിയിൽ ഒരു സാമ്പത്തിക അടിത്തറ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്, ചെറിയ അധികം ചിലവില്ലാത്ത ഷെയർ മാർക്കറ്റിൽ നിന്ന് ഷെയർ എടുക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അധികാരവും പദവിയും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ ശാഖകളൊക്കെ തുടങ്ങാൻ, കടയൊക്കെ ആണെങ്കിൽ പുതിയ ശാഖകൾ തുടങ്ങാനായിട്ട് അവർക്ക് ഗുണകരമായ കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ ഗ്രഹാവസ്ഥ വെച്ച് നോക്കുമ്പം നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്പം ദൂരെ നിന്ന് ധനവരവിനുള്ള യോഗമുണ്ട്. അപ്പോൾ അവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നതാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളിപ്പം പ്രവർത്തിക്കുന്ന ജില്ല വിട്ട് മറ്റേതെങ്കിലും ജില്ലയിൽ നിന്നൊക്കെ ഓർഡർ കിട്ടുന്നതുകൊണ്ടാകാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ വ്യാപാരത്തിൽ ധനവർദ്ധനവിനും വ്യാപാര വർദ്ധനവിനുമുള്ള സാധ്യതയുള്ള കാലമാണ്. അപ്പം മകൻ നക്ഷത്രക്കാർ അത് വളരെ ഗുണകരമായിട്ട് ഉപയോഗിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മകൻ നക്ഷത്രക്കാരായ ഉദ്യോഗസ്ഥർ അവർക്ക് ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു കാലമായതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായം ഈ അപേക്ഷകർക്കൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ അതിലൂടെ നമുക്കൊരു ദൈവാനുഗ്രഹവും സിദ്ധിക്കും. അർഹരായിട്ടുള്ളവർക്ക്, എല്ലാവർക്കും കൊടുക്കണമെന്നല്ല, അർഹരായിട്ടുള്ളവർക്ക് അർഹമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെയുള്ളത് എന്താണ്? അപ്പോൾ 3 ഗ്രഹങ്ങൾ 11-ാം ഭാവത്തിൽ വരുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാകും. മകനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഡംബര വസ്തുക്കൾ പലതും സ്വന്തമാക്കാൻ സാധിക്കും. നമ്മൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന വാഹനമോ അല്ലെങ്കിൽ വീടോ അല്ലെങ്കിൽ വീട് വാങ്ങിക്കാൻ സ്ഥലം
വീട് വെക്കാനായിട്ട് സ്ഥലം വാങ്ങിച്ചിടുകയോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ സമയത്ത് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രാരംഭ നടപടികൾ തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അവരുടെ നിരീക്ഷണങ്ങളൊക്കെ അംഗീകരിക്കപ്പെട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് അവർക്കും നല്ല ഒരു സമയമാണ്. അവർക്ക് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്ന പല കാര്യങ്ങളും പബ്ലിഷ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. മാസികകളിലൊക്കെ സയൻസ് മാഗസിനുകളിലൊക്കെ പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ കിട്ടാതിരുന്ന ധനം ബന്ധുക്കളിൽ നിന്നാകാം, സുഹൃത്തുക്കളിൽ നിന്നാകാം, അവർ കടം വാങ്ങിയതാകാം, അല്ലെങ്കിൽ പിതൃസ്വത്തോ മാതൃസ്വത്തോ അതിൻ്റെ വീതമായിട്ട് നമുക്ക് കിട്ടാനുള്ളതാകാം. അതൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജോലിയിൽ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റം, ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം, വേതന വർധനവ് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാസത്തിൻ്റെ പകുതി വരെ വളരെ അനുകൂലമായ സന്ദർഭമാണ്. പിന്നെ നമുക്ക് സാധാരണ ജനങ്ങളുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നിഗമനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ശരിയായി വരും. നമുക്കിപ്പം മറ്റൊരാളിനെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തെ പറ്റി ചില നിഗമനങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒരു പരിധി വരെ മക നക്ഷത്രക്കാർ പറയുന്നത് ശരിയായി വരും. അവരുടെ കണക്കുകൂട്ടലുകൾ ശരിയായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോഴെന്താണ്, സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വീട്ടിൽ നിന്നൊരല്പം ദൂരെയാണെങ്കിലും നല്ല കോഴ്സിന് കിട്ടിയാൽ അവർ ചേരുന്നതാണ് ഈ സമയത്ത് നല്ലത്. അവർക്കത് പിന്നീട് ഗുണകരമായിട്ട് മാറും. ബന്ധുക്കൾ പിണക്കം തീർന്ന് ഇണക്കത്തിലേക്ക് വരും. തൊഴിൽ മേഖല ഉണരും എന്ന് പറഞ്ഞാൽ ഒരു ഉണർച്ചയുണ്ടാകും. പുതിയ ഒരു ഉണർവോടുകൂടി തൊഴിൽ മേഖല മുന്നോട്ട് പോകും. സഹപ്രവർത്തകരുമായിട്ട് നല്ല സഹകരണത്തിൽ പോകാൻ സാധിക്കും. സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കും. പ്രണയികളെ സംബന്ധിച്ച്, അതായത് പരസ്പരം പ്രണയിക്കുന്ന കമിതാക്കളെ സംബന്ധിച്ച് അത് ഗുണകരമാണ്. എതിർപ്പുകളൊക്കെ കുറഞ്ഞ് അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് മകൻ നക്ഷത്രക്കാരുടെ പൊതുഫലം നമുക്ക് പറയാനുള്ളത്. ഭൂമി വാങ്ങിക്കാനും വാഹനം വാങ്ങിക്കാനും വീടിൻ്റെ അറ്റകുറ്റപ്പണി തീർക്കാനും ഒക്കെ മകൻ നക്ഷത്രക്കാർക്ക് സാധിക്കും. അപ്പോൾ അവരെ ഈ സമയം നന്നായിട്ട് വിനിയോഗിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് വരവ് ചെലവുകൾക്ക് കണക്ക് വെക്കുന്നതിൽ അവർ ശ്രദ്ധ പതിപ്പിക്കുക. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സൂര്യൻ 11ാം ഭാവത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ഉദ്യോഗസ്ഥർക്കും തൊഴിൽ തേടുന്നവർക്കും അതുപോലെ തന്നെ വ്യാപാരം നടത്തുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു കാലഘട്ടമാണ്. ഈ 11ാം ഭാവത്തിൽ തന്നെ ബുധനും ശുക്രനും ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ച് അറിയാനും അത് പ്രവർത്തന മേഖലയിൽ കൊണ്ടുവരാനും പൂരം നക്ഷത്രക്കാർക്ക് സാധിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവരെ അംഗീകരിക്കപ്പെടും. അവർക്ക് പൊതുജന പിന്തുണ ലഭിക്കും. പിന്നെ അവർ ഉദ്ദേശിക്കുന്ന പദവികൾ അവരെ തേടി വരാനുള്ള സാധ്യതയും ഉണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിലൂടെ സാങ്കേതിക വിദഗ്ധരായിട്ടുള്ളവർക്ക്, എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതിക വൈദഗ്ധ്യം, ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്, അതിലൊക്കെ ഉള്ളവർ അവർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വൈദഗ്ധ്യമുള്ള കാര്യങ്ങൾ ഒരു ബിസിനസ് പോലെ ചെയ്യാൻ സാധിക്കും. അവർക്ക് അതിൽ നിന്ന് നല്ല ധനവരവ് ഉണ്ടാകുന്ന കാലമാണ്. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ബന്ധുക്കളും സഹോദരങ്ങളും ഒക്കെ ആയിട്ട്, അച്ഛനമ്മമാരും സഹോദരങ്ങളും മറ്റു ബന്ധുക്കളും ഒക്കെ ആയിട്ട് നല്ല സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. ഭൂമി ലാഭം, വാഹന ലാഭം ഇവയ്ക്ക് സാധ്യതയുള്ള കാലമാണ് പൂരം നക്ഷത്രക്കാർക്ക്. കർമ്മരംഗത്ത് നല്ല അനുഭവങ്ങളാണ് കൂടുതലും ഉണ്ടാകാനിടയുള്ളത്. ചെറിയ തോതിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം. പുതിയ ജോലിയിൽ നിന്നും പല നേട്ടങ്ങളും കൈവരും. ജോലിക്കൊരു മാറ്റത്തിന് നേരിയൊരു സാധ്യതയുണ്ട് പൂരം നക്ഷത്രക്കാർക്ക്. ഇനി പഴയ ജോലി വിട്ട് പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിച്ചാലും അവർക്കത് ഗുണകരമായിട്ടാണ് വരുന്നത്. പൊതുവെ നോക്കുമ്പോൾ ഔദ്യോഗിക രംഗം ശോഭനമാകുന്നതാണ് എന്നുള്ളതാണ് ഫലം പറയാവുന്നത്. തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും. പാർട്ട് ടൈമോ ഫുൾ ടൈമോ ഒക്കെ ആയിട്ട് അവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് അവർക്ക് അർഹമായിട്ടുള്ള പേയ്മെൻറ്റും കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാമാന്യം നല്ല ശമ്പളം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. സാമൂഹിക രംഗത്ത് സ്വാധീനം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല കോഴ്സുകൾക്ക് അവരത് തേടി കണ്ടുപിടിക്കണം. അവർ ഗൂഗിൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് നൽകുന്ന മാഗസിനുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളുണ്ട്. പല പത്ര മാധ്യമങ്ങളുടെയൊക്കെ പ്രസിദ്ധീകരണങ്ങളുണ്ട്.
അപ്പോൾ അതിലൊക്കെ നോക്കി അവർ നല്ല കോഴ്സുകൾ കണ്ടുപിടിച്ച് അതിന് ചേരാനായിട്ട് ശ്രദ്ധിക്കുക. അത് വളരെ ഗുണകരമായിട്ട് പിന്നീട് അനുഭവപ്പെടും. നല്ല അവസരങ്ങൾ അവർക്ക് ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് അനുയായികളുടെ വിശ്വാസം ആർജിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല ഉപകാരങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടവുമാണ്. സ്ത്രീകളിൽ നിന്നും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും പിന്തുണ ലഭിക്കുന്ന കാലഘട്ടമാണ്. പിന്നെ പൂരം നക്ഷത്രക്കാർക്ക് മക്കളുടെ പക്കൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ്. ഇപ്പോൾ പ്രായമായ മാതാപിതാക്കളൊക്കെയാണ് പൂരം നക്ഷത്രക്കാരായിട്ടുള്ളതെങ്കിൽ മക്കൾ വന്ന് സ്നേഹത്തോടെ നിന്ന് പരിചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവർക്ക് അതുപോലെ തന്നെ സാമ്പത്തിക സഹായവും കിട്ടുന്നതാണ്. പിന്നെ ഭാര്യാഭർത്താക്കന്മാർ രമ്യതയിൽ വർത്തിക്കുന്നതാണ്. പ്രണയിക്കുന്ന പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും അനുകൂലമായ കാലഘട്ടം എന്ന് പറഞ്ഞുകൂടാ. എങ്കിലും എതിർപ്പുകൾ അല്പം കുറയും. എതിർപ്പുകൾ ഉണ്ടാവും. മക നക്ഷത്രക്കാരുടെ അത്രയും സ്മൂത്ത് ആയിരിക്കില്ല. കുറച്ചുകൂടെ എതിർപ്പുകളൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാം. സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാവരും പൂരം നക്ഷത്രക്കാർ. അപ്പം മകവും പൂരവും നക്ഷത്രക്കാർ ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കുക. ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ ചെറിയ തോതിൽ ചെയ്യുന്നത് പോലും കുഴപ്പമില്ല. അതിനുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ച് ഈ ആദ്യ വാരങ്ങളിൽ ബുധനും ശുക്രനും സൂര്യനും കൂടെ ചേർന്ന് നിൽക്കുന്ന സമയത്ത് ബുധനും ഔഢ്യമൊക്കെ വരുന്നുണ്ട് എങ്കിൽ പോലും ഒരു പരിധിവരെ സാമ്പത്തിക യോഗത്തിന് സാധ്യതയുണ്ട്. വൻതോതിലൊന്നും അല്ലെങ്കിലും ചെറിയ തോതിൽ അവർക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അടുത്തത് ഉത്ര നക്ഷത്രമാണ്. ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചിങ്ങക്കൂറിലാണ് വരുന്നത്. അവസാനത്തെ 3/4 ഭാഗം കന്നിക്കൂറിലുമാണ് വരുന്നത്. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ആരോഗ്യ സംരക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു മാസമാണ് ഈ മിഥുന മാസം. പല ദുശ്ശീലങ്ങളൊക്കെ ഉപേക്ഷിക്കും. ആരോഗ്യകാര്യത്തിൽ ഒരു ചിട്ടയൊക്കെ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കും. ചില ആൾക്കാർക്ക് രോഗമൊക്കെ ഉള്ളവർക്ക് രോഗത്തിൽ നിന്ന് മുക്തി കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാകാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ, ആരോഗ്യം പരിപാലിക്കണം എന്ന് ആരെങ്കിലും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ പറഞ്ഞതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞതുകൊണ്ടാകാം. അപ്പോൾ പല രീതിയിൽ ഉത്തര നക്ഷത്രക്കാർക്ക് ആരോഗ്യ കാര്യത്തിലും ആഹാര കാര്യത്തിലുമൊക്കെ ഒരു നിയന്ത്രണം വരുന്ന സമയമാണ്. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അവർക്ക് നിഷ്പ്രയാസം സാധിച്ചു കിട്ടുന്ന കാലമാണ്. പിന്നെ പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അപേക്ഷയൊക്കെ അയയ്ക്കുക. അതുപോലെ ടെസ്റ്റുകളൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുക. ജോലി ലഭിക്കാനുള്ള വലിയൊരു സാധ്യത ഉത്തര നക്ഷത്രക്കാർക്ക് ഈ മാസം ഉണ്ട്. ഈ മാസം ടെസ്റ്റുകളോ ഇൻ്റർവ്യൂകളോ ഉണ്ടെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. നല്ലൊരു യോഗമുള്ള സമയമാണ്. മറന്നു കിടക്കുന്ന പല കാര്യങ്ങളും ഓർമ്മയിൽ വരികയും അത് നമുക്ക് ഗുണകരമായിട്ട് മാറുകയും ചെയ്യും. നമുക്ക് കിട്ടാനുള്ള പല ആനുകൂല്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ചില പാരിതോഷികങ്ങളെ പറ്റിയൊക്കെ നമ്മൾ മറന്നുപോയിട്ടുണ്ടാകാം. അതൊക്കെ വന്നു ചേരും. ഓർമ്മിച്ചെടുക്കാനും നമുക്ക് സാധിക്കും. പൊതുവെ നോക്കുമ്പോഴത്തേക്കും ഔദ്യോഗികമായിട്ട് ഉയർച്ചയുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ചിങ്ങക്കൂറുകാർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. സൂര്യൻ്റെ ഒരു ആനുകൂല്യം കൂടുതൽ കിട്ടുന്നത് കൊണ്ട് ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്തര നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക ഉയർച്ചയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ട്. കന്നിക്കൂറിന് മോശമെന്നല്ല പറഞ്ഞ്, കാരണം കന്നിക്കൂറുകാരെ സംബന്ധിച്ചും സൂര്യൻ 10-ലാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഈ ആനുകൂല്യങ്ങൾ കിട്ടും. പക്ഷെ 11-ൽ സൂര്യൻ വരുന്നതിൻ്റെ ഒരു ആനുകൂല്യം കുറച്ചുകൂടെ കൂടുതലായിരിക്കും. മേലധികാരികളുടെ പ്രശംസ നേടുന്നതാണ് ഉത്തര നക്ഷത്രക്കാർ. ഉപരിപഠനത്തിനൊക്കെ പ്രവേശനം കിട്ടും. നല്ല കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടും. ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അതിനുള്ള അഡ്മിഷൻ കിട്ടുന്നതാണ്. ദാമ്പത്യത്തിൽ സുഖവും സംതൃപ്തിയും കിട്ടുന്നതാണ്. ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പല ഗൃഹോപകരണങ്ങളും സ്വന്തമാക്കാൻ ഈ സമയത്ത് സാധിക്കും. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ചെറിയ തോതിലുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ അവർക്കും ചെയ്യാവുന്നതാണ് ഉത്തര നക്ഷത്രക്കാർക്ക്. പിന്നെ ഉത്തര നക്ഷത്രക്കാരിൽ എന്തെങ്കിലുമൊക്കെ വരുമാന മാർഗങ്ങൾ പുതിയതായിട്ട് വന്നെത്തുന്നതാണ്. അപ്പം നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ജോലിയോടൊപ്പം തന്നെ മറ്റു പല വരുമാന മാർഗങ്ങളും പരീക്ഷിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. അതിനുള്ള വഴികളൊക്കെ ആലോചിച്ച് കണ്ടെത്തുക. ബുദ്ധി തെളിയും. അതാണ് ഈ മറന്നു കിടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധി പതുക്കെ തെളിഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക്. പിന്നെ എന്താണ്, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും. ജനങ്ങളിൽ നിന്ന് പിന്തുണ കിട്ടും. പിന്നെ നമ്മൾ അയൽക്കൂട്ടം, സ്വാശ്രയ സംഘങ്ങൾ, സൊസൈറ്റികൾ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക്
കുറേ അവസരങ്ങൾ കണ്ടെത്താനും കുറേ ധനം അതുവഴി സൃഷ്ടിക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ കുറേ സുഹൃത്ത് ബന്ധങ്ങളും അതുവഴി സൃഷ്ടിക്കാൻ കഴിയും. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. കർമ്മരംഗത്തും ലാഭത്തിൻ്റെ രംഗത്തും അനുകൂലമായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു അവസരം ഉത്രം നക്ഷത്രക്കാർ നല്ല രീതിയിൽ ഉപയോഗിക്കുക. പിന്നെ ചിട്ടി, ഷെയർ മാർക്കറ്റ്, മറ്റ് നിക്ഷേപങ്ങൾ, പോസ്റ്റ് ഓഫീസ് നിക്ഷേപം പോലുള്ള നിക്ഷേപങ്ങൾ, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയവയിൽ നിന്നൊക്കെ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. നേരത്തെ എടുത്ത ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡ് ETF ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ആദായം കിട്ടുന്ന കാലഘട്ടമാണ്. അത് കുറച്ച് കാലത്തേക്കൂടെ കിട്ടിക്കൊണ്ടിരിക്കും. സ്വർണം, വെള്ളി തുടങ്ങിയവയിൽ നിന്നുള്ള ലാഭമൊക്കെ കുറച്ച് കാലത്തേക്കൂടെ അവർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നിലവിൽ അനുകൂലമായ കാലഘട്ടമാണ്. ഷെയർ മാർക്കറ്റിൽ നിന്നും നേരത്തെ എടുത്ത ഷെയറുകളിൽ നിന്നും നല്ല ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഷെയറുകളുടെയൊക്കെ വില ഉയർന്നു നിൽക്കുകയാണ് എന്ന് നിങ്ങൾക്ക് പത്രങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാകും. അതിൽ ആ രംഗത്ത് ഉപദേശം തേടിയ ശേഷം, വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ ഒരു അഭിപ്രായം തേടിയ ശേഷം മാത്രം പണം ഇൻവെസ്റ്റ് ചെയ്യുക. സ്വന്തം നിലയ്ക്ക് ചെയ്യേണ്ടതില്ല. കാരണം പൂർണ്ണമായിട്ടും അനുകൂലമല്ല ഷെയർ മാർക്കറ്റിന്, എന്നാലും മറ്റ് നിക്ഷേപങ്ങൾക്ക് അനുകൂലവുമാണ്. ബാങ്കിലെ സ്ഥിര നിക്ഷേപം, പോസ്റ്റ് ഓഫീസ് നിക്ഷേപം, KSFE തുടങ്ങിയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ചിട്ടികൾ, അതിലൊക്കെ പണം മുടക്കുന്നതിന് കുഴപ്പമില്ല. ലോട്ടറി ഭാഗ്യവും നിങ്ങൾക്ക് പരീക്ഷിക്കാം. കിട്ടാൻ കുറച്ച് സാധ്യതയുള്ളൊരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ഉത്രം നക്ഷത്രക്കാർക്കും സാമ്പത്തികമായിട്ട് ഗുണമുള്ള ഒരു സമയമാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം കന്നിക്കൂറിലാണ് ഉൾപ്പെടുന്നത്. അത്തം നക്ഷത്രക്കാർക്ക് മത്സര പരീക്ഷകളിൽ വിജയം ലഭിക്കുന്നതാണ്. കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ നമുക്ക് ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പുതിയ കോഴ്സിനുള്ള അഡ്മിഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഇപ്പം പ്രൊഫഷണൽ കോഴ്സൊക്കെ ആണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ടൊക്കെയുള്ള പരീക്ഷകളിൽ നല്ല വിജയം ലഭിക്കുന്നതാണ്. ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കാനായിട്ട് അവർക്ക് സാധിക്കും. സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായിട്ട് പരിചയപ്പെടാനും ആ ബന്ധം ഗുണകരമായിട്ട് മാറാനും സാധ്യതയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവെക്കാനുള്ള അവസരം ധാരാളമായിട്ടുണ്ടാകും. അങ്ങനെയുള്ള സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, അതിലൊക്കെ പങ്കെടുക്കാനായിട്ടുള്ള യോഗം ഉണ്ട്. പഠന രംഗത്ത് വളരെ മികച്ച രീതിയിലാണ് അത്തം നക്ഷത്രക്കാർക്ക് ഈ അവസരം മുന്നോട്ട് പോകുന്നത്. പിന്നെ കരാറുകാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് സർക്കാരിൽ നിന്നും കിട്ടാനുള്ള ധനം നല്ലൊരളവ് വരെ കിട്ടുന്നതാണ്. പൂർണ്ണമായിട്ടും കിട്ടും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ധനയോഗത്തെക്കാളും വിജ്ഞാന യോഗമാണ് ഈ സമയത്ത് കൂടുതലുള്ളത്. ധനത്തിന് ഉള്ള ധനം എന്ന് പറഞ്ഞാൽ തടഞ്ഞു വയ്ക്കപ്പെട്ട ധനം അല്പാൽപ്പം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള കാലതാമസം ആയിരിക്കാം തടഞ്ഞു വയ്ക്കപ്പെട്ട ധനം. ഏതായാലും സൂര്യൻ്റെ ഒരു സ്ഥാനം അവിടെ വരുന്നുണ്ടല്ലോ. സൂര്യൻ മിഥുനത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്ക് ജോലിയിൽ ഉള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പം ആത്മാർത്ഥതയും തൊഴിൽ മികവും അംഗീകരിക്കപ്പെടും. മേലധികാരികൾക്ക് പ്രിയം തോന്നും. ശമ്പള വർധനവിനോ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റത്തിനോ ഒക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലിയേക്കാൾ കുറച്ചുകൂടെ നമുക്ക് സൗകര്യപ്രദമായ ഒരു പൊസിഷൻ തന്ന് നമ്മളെ അവിടെ നിയമിക്കാനുള്ള സാധ്യതയുണ്ട്. ഡെപ്യൂട്ടേഷനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് കിട്ടുന്നതാണ്. ഔദ്യോഗികമായിട്ട് ഉയർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ അനുകൂലമായ ജാതകസ്ഥിതിയാണെങ്കിൽ കമ്പനികളുടെയൊക്കെ ഉയർന്ന തസ്തികകളിൽ നിയമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. സ്വകാര്യ മേഖലയിലും ഇതിനുള്ള സാധ്യതയുണ്ട്. സർക്കാർ മാത്രമല്ല. സൂര്യൻ്റെ ആനുകൂല്യം ഉള്ളതുകൊണ്ട് സർക്കാരിൽ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. വീടിൻ്റെ അടുത്തേക്ക് ജോലിക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. ബിസിനസ്സിൽ പുതിയ മാർഗങ്ങൾ അവലംബിക്കുന്നതിലൂടെ ലാഭമുണ്ടാകും. ഒരുപാട് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ മെനയാനായിട്ട് സാധിക്കും. അപ്പം ബുദ്ധി, ആഡംബരം, അധികാരം, തന്ത്രങ്ങൾ ഇതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരും. ബുധന് തന്ത്രത്തിൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. തന്ത്രം എന്ന് പറഞ്ഞാൽ കൗശലം, അതിൻ്റെ ഒരു കാരകത്വം കൂടെ ബുധനുണ്ട്. അപ്പോൾ ഈ ബുധൻ, ശുക്രൻ, സൂര്യൻ ഇത് മൂന്നും ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഉപഭോക്താക്കൾക്ക് സ്വീകാര്യതയുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവരാനും അതിലൂടെ വ്യാപാരം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും കച്ചവടക്കാർക്ക് സാധിക്കും. സാങ്കേതിക വിഷയങ്ങളിൽ പരിജ്ഞാനം വർദ്ധിപ്പിക്കും. ഭാഷാപരമായിട്ട് കൂടുതൽ അറിവ് നേടാൻ സാധിക്കും. പല ഭാഷകളിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ ഒക്കെയുള്ള കഴിവ് ഈ സമയത്ത് നേടാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകും. ബുധനും വിദ്യയുമായിട്ടുള്ള ബന്ധം കൂടെ ഓർക്കണം. ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യും. പ്രാർത്ഥനകൾ, തീർത്ഥയാത്രകൾ,
ക്ഷേത്രങ്ങളോ പള്ളികളോ ഒക്കെ ഉള്ള സന്ദർശിക്കുക, അവിടെയുള്ള സഹായ പ്രവർത്തനങ്ങൾ, ചാരിറ്റബിൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുക, ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും. അപ്പം നമുക്ക് കുറച്ചൊക്കെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പുതിയ വാഹനം വാങ്ങാൻ സാധിക്കുന്ന സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക്. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമായി തീരാനുള്ള യോഗമുണ്ട്. മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. നല്ല ബന്ധങ്ങളൊക്കെ വന്നു ചേരാനായിട്ട് യോഗമുണ്ട്. പിന്നെ കന്നിക്കൂറിലാണ് കേതു സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ദുഃഖകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാം. ആത്മീയ ചിന്ത വർദ്ധിപ്പിക്കുകയും നമുക്കല്പം മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നതുമായ അനുഭവങ്ങൾ, വേർപാടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടും ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ്, കേതുവിൻ്റെ ആ ഒരു സഞ്ചാരം ഉള്ളതുകൊണ്ട്. അപ്പോൾ കന്നിക്കൂറിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? കന്നിക്കൂറിൽ കേതു സഞ്ചരിക്കുന്നു, അതുപോലെ അവരുടെ 7ലാണ് രാഹു സഞ്ചരിക്കുന്നത്. അപ്പോൾ രാഹുവിൻ്റെ ദൃഷ്ടി കന്നിക്കൂറിലേക്കുണ്ട്. കേതു അവിടെ നിൽക്കുന്നത് കൊണ്ട് കേതുവിൻ്റെ സാന്നിധ്യവും അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അത്തം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധ പുലർത്തുക. പിന്നെ അടുത്തത് എന്താണ്? പിന്നെ ചിത്തിര നക്ഷത്രമാണ് അടുത്തത്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പഠനയാത്രകൾ വിദ്യാർത്ഥികൾക്ക് ചെയ്യേണ്ടി വരുന്ന കാലഘട്ടമാണ്. പിന്നെ കുടുംബ പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് നടത്തും ചിത്തിര നക്ഷത്രക്കാർ. കുടുംബ പുരോഗതി എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ സാമ്പത്തികാവസ്ഥയൊക്കെ മോശമാണെങ്കിൽ കുടുംബത്തിലെ ഒന്നിലേറെ അംഗങ്ങൾ ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തോതിലുള്ള വ്യാപാരങ്ങളോ ഉൽപ്പന്ന നിർമ്മാണങ്ങളോ ഒക്കെ ആരംഭിക്കാൻ അവർക്ക് കഴിയും ചിത്തിര നക്ഷത്രക്കാർക്ക്. അപ്പോൾ എന്താണെങ്കിലും കുടുംബത്തിലൊരു ശ്രേയസ്കരമായ കാര്യം ചെയ്യാൻ ചിത്തിര നക്ഷത്രക്കാർ വളരെ ഉത്സാഹത്തോടെ മുന്നിട്ടിറങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ മിഥുനമാസം ഉണ്ടാകുന്നത്. അതായത് അവർക്കത് സാധിക്കും. മിഥുനമാസത്തിൽ ചിത്തിര നക്ഷത്രക്കാർക്ക് സ്വന്തമായിട്ട് സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് സാധിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനായിട്ട് സാധിക്കും. പിന്നെ കേസുകളിൽ കാലതാമസം ഉണ്ടാകും. സാമ്പത്തിക തർക്കങ്ങൾ, പിതൃസ്വത്തോ മാതൃസ്വത്തോ കിട്ടാനുള്ള കേസുകൾ, അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ ഉള്ള വ്യവഹാരങ്ങൾ, ഇത് കോടതിയിൽ തന്നെ ആകണമെന്നില്ല, മറ്റ് നെഗോസിയേഷൻസ് ആകാം. അങ്ങനെയുള്ള നിയമപരമായ കാര്യങ്ങളിൽ തടസ്സം നേരിടുകയും അതുമൂലം മാനസിക അസ്വസ്ഥത ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മാനസികമായിട്ട് അസ്വസ്ഥത പുലർത്തി സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇത് ശരിയാകും. തൽക്കാലമുള്ള ഗ്രഹനില വെച്ചാണ് ഇത് പറഞ്ഞു പോകുന്നത്. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. ഉറക്കക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിത്തിര നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്, കന്നിക്കൂറിലും തുലാക്കൂറിലും പകുതി വീതം. ചിത്തിരയുടെ ആദ്യ പകുതി കന്നിക്കൂറിലും രണ്ടാമത്തെ പകുതി തുലാക്കൂറിലുമാണ്. അതിൽ കന്നിക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്ക് കൂടുതൽ അനുകൂല സാഹചര്യം ഉണ്ടാകും. തുലാക്കൂറുകാർക്ക് അത്രയും നല്ല സാഹചര്യം ആയിരിക്കുകയില്ല. കന്നിക്കൂറുകാർക്ക് പഴയ തൊഴിൽ ഉപേക്ഷിച്ചിട്ട് പുതിയ തൊഴിലിലേക്ക് കടക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ തുലാക്കൂറുകാർക്ക് പ്രായോഗിക ജ്ഞാനം കൂടുതലായിട്ട് പ്രയോഗിക്കാൻ കഴിയുന്ന സമയമാണ്. അവരുടെ ഒരു പ്രാക്ടിക്കൽ വിസ്ഡം ഉണ്ട്. ഏതൊരു കാര്യത്തിലും ചെയ്തുള്ള അറിവ് അത് തുലാക്കൂറുകാർക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതിൽ അംഗീകാരവും ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. ബന്ധുക്കളുടെ സഹകരണം ഉണ്ടാകും. രണ്ട് കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്രക്കാർക്കും ബന്ധുക്കളിൽ നിന്ന് സഹകരണം ഉണ്ടാകും. പിന്നെ തുലാക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്ക് തൊഴിലിൽ സമ്മർദ്ദം അധികരിച്ച് വരുന്നതാണ്. കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകും അവർക്ക് തൊഴിലിൽ. മറ്റേ കന്നിക്കൂറിൽപ്പെട്ടവർക്ക് ആ രീതിയിലായിരിക്കുകയല്ല സമ്മർദ്ദം ഉണ്ടാകുന്നത്. അവർക്ക് മറ്റ് എന്തെങ്കിലും ബന്ധുക്കളുടെ വേർപാടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടുള്ള മനപ്രയാസമായിരിക്കും ഉണ്ടാകുന്നത്. ദുർഘടമായ ചുമതലകൾ ചെയ്യേണ്ടി വരും. അതുപോലെ സഹപ്രവർത്തകരുടെ പിന്തുണ കുറയുന്ന ഒരു കാലഘട്ടമാണ്. ന്യായമായ അവകാശങ്ങൾക്കായിട്ട് കുറേ കാലം വെയിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ടാകാം. നമുക്ക് അർഹതപ്പെട്ട ചില കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ധനം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ നിന്ന് കടമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയ പൈസ നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ ആ സമയത്തെങ്ങും കിട്ടുകയില്ല. യാത്രാക്ലേശത്തിന് സാധ്യതയുണ്ട്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ടോ പഠനവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ കൊടുത്ത പണം തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ പല യാത്രകൾ ചെയ്യേണ്ടി വരും. അപ്പം വ്യാപാരത്തിൽ ലാഭമുണ്ടാക്കാൻ സാധിക്കും. വ്യാപാരം തുടങ്ങാനും വ്യാപാരത്തിൽ ലാഭം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്ന കാലഘട്ടമാണ്. ഒരു വലിയ
തോതിലുള്ള ലാഭം ആയിരിക്കില്ല. എങ്കിലും സാമ്പത്തിക സ്ഥിതിയിൽ ഒരു സുസ്ഥിരമായ അവസ്ഥ ഉണ്ടാക്കാനായിട്ട് ചിത്തിര നക്ഷത്രക്കാർക്ക് സാധിക്കും. ദാമ്പത്യത്തിലെ സ്വൈരക്കേടുകളൊക്കെ മാറിയിട്ട് സന്തോഷമായിട്ട് ഭാര്യാഭർത്താക്കന്മാർക്ക് ജീവിക്കാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കാൻ ഇടയുള്ള കാലഘട്ടമാണ്. അതുപോലെ തന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകാം. എല്ലാവരും ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചിത്തിര നക്ഷത്രക്കാരുടെ പങ്കാളികളും അവരുടെ മക്കളും ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റു കാര്യങ്ങൾക്കൊന്നും വലിയ ദോഷം വരികയില്ല. പിന്നെ ഈ പറഞ്ഞ വ്യവഹാര കാര്യങ്ങളാണ്, കേസുകളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തർക്കങ്ങളോ, അതിലൊക്കെ കാലതാമസം ഉണ്ടാകും. കിട്ടാൻ ഉള്ള ധനം കിട്ടുന്നതിലോ ഒക്കെ കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഭാഗ്യ പരീക്ഷണങ്ങൾ അത്ര ഗുണകരമാകണമെന്നില്ല. എങ്കിലും വ്യാപാരം, പുതിയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് നോക്കിയിട്ട് അതിൽ നമ്മുടെ വിശ്വസ്തരായ സുഹൃത്തുക്കളെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം. എങ്ങനെയാണെങ്കിലും അതിലാണ് അവർക്ക് കൂടുതൽ യോഗമുള്ളത്. അത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ചിത്തിര നക്ഷത്രക്കാർക്ക് വ്യാപാര നേട്ടം നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 5 നക്ഷത്രക്കാരുടെ സാമാന്യ ഫലമായിട്ട്, മിഥുനമാസത്തിലെ സാമാന്യ ഫലമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ടുണ്ടാകട്ടെ. എല്ലാവർക്കും ഈ മിഥുനമാസം ഐശ്വര്യസമ്പൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയുന്നു. എല്ലാവർക്കും നമസ്കാരം.